ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ സ്കാൻ കൺവേർഷൻ ഓഫ് ലൈനിൻ്റെ ഡി ഡി അൽഗോരിതത്തിൻ്റെ ബാക്കി ഭാഗമാണ് പറയുന്നത്. എന്താണ് ഡി ഡി അൽഗോരിതം എന്ന് പറഞ്ഞിരുന്നു, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞിരുന്നു. ഇനി നാം പറയുന്നത് അതിൻ്റെ അൽഗോരിതം എങ്ങനെ എഴുതാമെന്നും ജസ്റ്റ് ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കലുമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്, എന്നാൽ ഈസിയുമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഡി ഡി എ അൽഗോരിതം ഡിജിറ്റൽ ഡാറ്റ അനലൈസറാണ് ഡി ഡി എ എന്ന് പറയുന്നത്. അതിൻ്റെ അൽഗോരിതമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഏതൊരു അൽഗോരിതമാണ് സ്റ്റാർട്ട് അൽഗോരിതം. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഒരു ലൈനാവും. ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാവും, ഈ ഒരു പോയിൻ്റ് ഉണ്ടാവും. രണ്ട് പോയിൻ്റ് വരണം. ഫസ്റ്റത്തെ പോയിൻ്റാണ് നമ്മൾ x1 y1 എന്ന് നോട്ട് ചെയ്യുന്നത്. അടുത്തത് x2 y2. പിന്നെ ഡി എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഡിഫറൻസ്, ഡി വൈ എന്ന് പറഞ്ഞാൽ വൈൻ്റെ ഡിഫറൻസ്. പിന്നെ പുതിയ അടുത്ത വാല്യൂ എക്സ് വൈ. അതായത് ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ നിറയെ പോയിൻ്റ് ഉണ്ടാവുമല്ലോ, ഈ ഓരോ പോയിൻ്റാണ് അടുത്ത എക്സുകളും വൈകളും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇവ ഇത്രയും കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യുക. മൂന്നാമത്തത് വാല്യൂസ് കൊടുക്കുക. നമ്മൾ ഈ x1 y1നും ഈ x2 y2നും വാല്യൂകൾ കൊടുക്കുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. എൻ്റർ ദ വാല്യൂസ് ഓഫ് s1 y1, x2 y2. പിന്നെ എന്ത് കാണണം, അടുത്ത ഡി എക്സും ഡി വൈ ആണ്. ഡി എക്സ് കണ്ടുപിടിക്കണം. ഡി എക്സ് എന്ന് പറഞ്ഞാൽ x2 - x1 ആണ്. ഡി വൈ എന്ന് പറഞ്ഞാൽ y2 - y1 ആണ്. അത്രയും പറഞ്ഞു. പിന്നെ എക്സ് എന്താണ്, വൈ എന്താണെന്നാണ്. അതാണ് അടുത്ത സ്റ്റെപ്പ്. 5 സ്റ്റെപ്പ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ആദ്യം അതുപോലെ സ്റ്റാർട്ട് ചെയ്യുക. ഡിക്ലെയർ ചെയ്യാനുള്ള x1 y1, x2 y2, dx dy എക്സ് വൈ ഇത് ഡിക്ലെയർ ചെയ്യാം. അതിനുശേഷം x1 y1 x2 y2 വാല്യൂസ് അസൈൻ ചെയ്യുക. പിന്നെ ഡി എക്സ് കണ്ടുപിടിക്കുക. ഡി എക്സ് കണ്ടുപിടിക്കുക പറയുമ്പോൾ x2 - x1 y2 - y1 കണ്ടുപിടിക്കുക. പിന്നെ ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡി എക്സിൻ്റെ അബ്സല്യൂട്ട് വാല്യൂയും ഡി വൈൻ്റെ അബ്സല്യൂട്ട് വാല്യൂയും ഏതാണോ വലുത് അതിനനുസരിച്ചിട്ടാണ് വ്യത്യാസം വരിക. ഇപ്പോൾ ഇഫ് എ ബി എസ് ഓഫ് ഡി എക്സ് ഗ്രേറ്റർ ദാൻ എ ബി എസ് ഓഫ് ഡി വൈ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി എക്സ് ഗ്രേറ്റർ ദാൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി വൈ. അതായത് നമുക്കിവിടെ ഡി എക്സ് എന്ന് പറയുന്നത് x2 - x1 ആണ്. അങ്ങനെ കിട്ടുന്ന വാല്യൂ ഇവിടെ y2 - y1. അങ്ങനെ ഏതാണോ വലുത്, ഡി എക്സ് ആണ് വലുത് ഡി വൈയേക്കാളെങ്കിൽ ചെയ്യേണ്ട പ്രോസസ്സാണ് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഡി എക്സ് ആണ് എടുക്കുക. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി എക്സ് ആണ് കൺസിഡർ ചെയ്യുക. അല്ലാത്ത കേസിൽ എക്സ് ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ സ്റ്റെപ്പ് ഒന്നും അവിടെ ഉദ്ദേശിക്കുന്നത് സ്ലോപ്പാണ്. അത് എം വാല്യൂ ആണ് യൂസ് ചെയ്യാറ്. ഡി എക്സ് ബൈ സ്റ്റെപ്പ്, വൈ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ സ്റ്റെപ്പ്. എക്സിൻ്റെ വാല്യൂ s1 അസൈൻ ചെയ്യുക, വൈൻ്റെ വാല്യൂ y1 അസൈൻ ചെയ്യുക. എന്നിട്ട് പുതിയ പോയിൻ്റായിട്ട് എക്സ് വൈ കൺസിഡർ ചെയ്യുക. അതായത് ഒരു ലൈൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് x1 y1ഉം ഇത് x2 y2 എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പുതിയ കിട്ടുന്ന വാല്യൂ ആണ് ഈ എക്സ് വൈ എന്ന് പറഞ്ഞത്. ഇതിന് മാറിക്കൊണ്ടേയിരിക്കും, ഒരിടത്തൊക്കെ പോയിൻ്റായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അടുത്ത സ്റ്റെപ്പ് 9 എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് ഇൻക്രിമെൻ്റ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. എക്സിനോട് അടുത്ത എക്സിൻ്റെ ഇൻക്രിമെൻറ്റ് കൂട്ടുക, അതാണ് അടുത്ത പോയിൻ്റ്. അങ്ങനെ പോയിൻ്റ് കൂടി വരും. y = y പ്ലസ് y ഇൻക്രിമെൻറ്റ്. സെറ്റ് ഫിക്സ്ഡ് റൗണ്ട് എക്സ് റൗണ്ട് വൈ. അതായത് റൗണ്ട് ഓഫ് എക്സ് റൗണ്ട് വൈ നമ്മളിപ്പോൾ ഫ്രാക്ഷൻസ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ആക്കിയിട്ട് എഴുതാനാണ് റൗണ്ട് ഓഫ് എക്സ് റൗണ്ട് ഓഫ് വൈ എന്ന് പറയുന്നത്. പിന്നെ ഈ സ്റ്റെപ്പ്, ഈ 9ാമത്തെ സ്റ്റെപ്പ് x = x പ്ലസ് എക്സ് ഇൻക്രിമെൻ്റ് എന്നുള്ളത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അത് നമുക്കറിയാം. അവസാനത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ് x2 y2 ആണ്. ഈ അവസാനത്തെ വാല്യൂ സെയിം ആവുന്നവരെ ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക. x2ൻ്റെ വാല്യൂം y2ൻ്റെ വാല്യൂം അത് വരുന്നവരെ ഇങ്ങനെ പോയിൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പ്രോസസ് സ്റ്റോപ്പ് ചെയ്യുക. അതാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ ഫ്രം 2 to 650 വിത്ത് യൂസ് ഓഫ് ഡി ഡി എ. ഒരു ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എൻഡിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് 2-3 എന്നും എൻഡ് 650 എന്നും തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പോയിൻറ്റ്സ് അതിൻ്റെ ഇടയിലുണ്ട് എന്നാണ് അറിയേണ്ടത്. ക്വസ്റ്റ്യൻ എടുത്തത് P1 ഫസ്റ്റത്തെ പോയിൻ്റ് P1 എന്ന് എഴുതി. അവസാനത്തെ പോയിൻ്റ് P11 ഇവിടെ കാണും.
11 ആണോ എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് അവിടെ പി എന്ന് പറഞ്ഞിട്ട് അവിടെ ബ്ലാങ്ക് ആക്കി ഇടുക. അവസാനം കിട്ടുന്ന ആൻസറിനനുസരിച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യുക. 6:15 ആണ്. അത് പി എത്രാമത്തെ നമുക്കറിയില്ല. തന്ന ക്വസ്റ്റ്യൻ എടുത്ത് 2, 3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം x1 2ഉം y1 3ഉം ആണെന്ന്. അതെടുത്ത് എഴുതി. പിന്നെ x2 നമുക്കറിയാം 6ഉം y2 15 ആണെന്ന് അതെടുത്ത് എഴുതി. ഇത്രയും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് dxഉം dyയും കാണാം. dx എന്ന് പറഞ്ഞാൽ x2 - x1 ആണ്. dy എന്ന് പറഞ്ഞാൽ y2 - y1 ആണ്. സോ 6 - 2 15 - 3. അപ്പോൾ dx എന്ന് പറഞ്ഞാൽ 4ഉം dy എന്ന് പറയുന്നത് 12ഉം ആണ്. പിന്നെ സ്ലോപ്പാണ്. dy/dx ആണ്. dy എന്ന് പറഞ്ഞാൽ 12/4 ആണ്. അപ്പോൾ നമ്മൾ കിട്ടി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ dy ആണ് വലുത് വരുന്നത്. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യൽ എസ് ഈക്വൽ ടു എസ് പ്ലസ് എക്സ് ഇൻക്രിമെൻ്റ് ആണ്. ഇവിടെ എക്സ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് ഡി എക്സ് ബൈ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്ന് ഉദ്ദേശിച്ചത് ആണ്. അതായത് നിങ്ങൾ ഈ ഒരു കേസിൽ അതായത് ഡി എക്സ് എന്ന് പറയുന്ന വാല്യൂ ഡി വൈയേക്കാൾ ചെറുതാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1/m ആണ്. അപ്പോൾ നമുക്ക് പുതിയ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 2, 3 P1 എന്ന് പറയുന്നത് 2,3 ആണ്. ആ പോയിൻ്റ് പ്ലോട്ട് ചെയ്തു. ഇനി അടുത്ത പോയിൻ്റ് കിട്ടാൻ ഈ എക്സിന് പകരം 2 കൊടുക്കുക. 1/m എന്ന് പറയുന്ന വാല്യൂ നോക്കൂ, m എന്ന് പറയുന്ന വാല്യൂ 3 ആണ്. അതും കൊടുക്കുക. സോ 1 + 1/3 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. എക്സിൻ്റെ വാല്യൂ 2 ആണ്. ഇത് എക്സ് 2 ആണ്. സോ ഇവിടെ എക്സിന് പകരം 2 കൊടുത്തു പ്ലസ് 1/3. സോ 2 1/3 അതാണിത്. 3ൻ്റെ അടുത്ത പോയിൻ്റ് 4 അതുപോലെ എഴുതി. ഇതിവിടെ ഇങ്ങനെ കൂട്ടിയിട്ട് പോയി 5, 6, 7, 8 ഇങ്ങനെ കൂട്ടി കൊടുക്കും. പിന്നെ 2/3 കൂടി അടുത്ത് പറയുമ്പോൾ 2 1/3 പ്ലസ് 1/3 എന്തുവരും 2/3 വരും. അപ്പോൾ അടുത്തത് വീണ്ടും 1/3 ആഡ് ചെയ്യുക. അപ്പോൾ 3 വരും. 2/3 1/3 വരുമ്പോൾ 3/3 വരും. അതായത് 2 + 1 3 വരും. അങ്ങനെ ചെയ്ത് പ്രോസസ്സ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രാക്ഷനായിട്ട് വരുന്ന സംഭവങ്ങളൊന്നും തന്നെ ഒരിക്കലും പ്ലോട്ട് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ 2/3 ആണ്, 3 1/3 ആണ്, 3 2/3 അങ്ങനെ തന്നെ പ്ലോട്ട് ചെയ്യാൻ കഴിയില്ല. ബാക്കി എല്ലാ പോയിന്റും നമുക്ക് ഗ്രാഫിൽ വരയ്ക്കാൻ കഴിയുന്നതിന് പ്ലോട്ട് ചെയ്യുക, അത് എല്ലാത്തിനും എന്താ ചെയ്യുക പ്ലോട്ട് ചെയ്യാൻ കഴിയില്ല, അത് പറയാം. അങ്ങനെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് അവസാനത്തെ പോലെ 6:15 ആണ്. അത് അവിടെ എത്തുന്ന വരെയും നമ്മൾ പ്രോസസ്സ് ചെയ്യുക. എന്നിട്ട് ഈ പോയിൻ്റ് എല്ലാം കൂടി വെച്ച് ഗ്രാഫ് വരയ്ക്കുക. ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ ലൈനിൽ കിട്ടുന്ന പോയിന്റുകൾ മാത്രമേ പ്ലോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാത്ത പോയിന്റുകളൊന്നും തന്നെ പ്ലോട്ട്. ഇപ്പോൾ P1, P4, P7, P10, P30 എത്ര ഉണ്ട്? 1 2 3 4 5 പോയിന്റ് മാത്രമേ പ്ലോട്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂ. 1 2 3 4 5 അത് പ്ലോട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അത് തെറ്റി കൊടുത്താൽ നോട്ട് പ്ലോട്ടഡ് ആണ്. അങ്ങനെ 5 പോയിന്റുകൾ മാത്രമേ പ്ലോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ഗ്രാഫ് വരച്ചത്. അപ്പോൾ ആ ലൈനിലൂടെ പോകുന്നതൊക്കെ തന്നെ പോയിൻ്റ് പ്ലോട്ടഡ് എന്ന് കാണിക്കുക, അല്ലാത്ത പോയിൻ്റ് നോട്ട് പ്ലോട്ടഡ് എന്ന് കാണിക്കുക. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഒരു അൽഗോരിതം നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞാൽ അൽഗോരിതം വെച്ച് അതുപോലെ തന്നെയാണ് പ്രോബ്ലം ചെയ്യുക. പിന്നെ പ്രോബ്ലത്തിനനുസരിച്ചുള്ള ഗ്രാഫും വരയ്ക്കാം. ഓക്കെ, താങ്ക് യു.